ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് നൽകുന്ന ദൈവിക സന്ദേശം എന്ന് പറയുന്നത് കുടുംബത്തിന് ദൈവം ആവശ്യമാണ്. ദ ഫാമിലി നീഡ്സ് ഗോഡ്. യോശുവയുടെ പുസ്തകം വിശുദ്ധ ബൈബിളിൽ 24-ാം അധ്യായം 15-ാം വചനം പറയുന്നു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഒരേ വീട്ടിൽ താമസിച്ചിട്ടും പല കുടുംബങ്ങളും ആത്മീയമായി അകലെയാണ്. ഒരുപാട് സ്ക്രീനുകളാണ് ഇന്ന് നിലവിലുള്ളത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, സോഷ്യൽ മീഡിയ എന്നിങ്ങനെ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഹൃദയങ്ങളുടെ അകൽച്ചയാണ്. ടെക്നോളജി ക്യാൻ കണക്ട് ഡിവൈസ്, ബട്ട് ഓൺലി ഗോഡ് ക്യാൻ കണക്ട് ഹാർട്ട്സ്. കുടുംബത്തെ നിലനിർത്തുന്നത് നാം മനസ്സിലാക്കണം, പണം മാത്രമല്ല, പ്രാർത്ഥനയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുമിച്ച് വചനം വായിക്കുന്ന വീടുകളിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം വളരുകയാണ്. A family that prays together grows together. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മളിലുള്ള വിശ്വാസം നമ്മുടെ മക്കൾ അത് സ്വീകരിക്കാൻ തക്കണം ഇടയാക്കണം ദൈവത്തിലുള്ളത്. വീട്ടിൽ ഒരു ചെറിയ പ്രാർത്ഥന പോലും ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കാണുന്നതാണ് പ്രിയരെ കൂടുതലായി പഠിക്കാൻ ഇടയാകുന്നത്. നമ്മുടെയൊക്കെ കുടുംബവേദി ചെറിയതാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ മഹത്തായതാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഫാമിലിയായിട്ട്, കുടുംബമായിട്ട്, കുഞ്ഞുങ്ങളുമായിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും അവരെവിടെയൊക്കെ ആയിരുന്നാലും, സമീപത്തായാലും ദൂരത്തായാലും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന സിസ്റ്റം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. സ്റ്റാർട്ട് എ ഫാമിലി പ്രേയർ ടുഡേ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഓൺലി ഫോർ 5 മിനിറ്റ്സ്. ദൈവം നമ്മളെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ ദൈവത്തിലുള്ള വിശ്വാസവും അതോടൊപ്പം പ്രാർത്ഥനയും നമുക്കുണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.